ചില യാത്രയിൽ നമ്മളെ കാത്ത് ചില പണികൾ കാത്തിരിപ്പുണ്ടാവും. ആ പണികളുടെ ഘോഷയാത്രയായിരുന്നു ഇന്നത്തെ ദിവസം. അതായത് മഞ്ഞ് പെയ്യുന്ന കാശ്മീർ കാണാൻ പോയതിൻ്റെ 4-മത്തെ ദിവസം ഞാൻ അനുഭവിച്ച, അതായത് ലൈഫിൽ ഇങ്ങനെയൊന്നും അനുഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച ഒരു 1, 2, 3 പണികൾ. ആ പണികളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ. അതെ, ഹായ് നമസ്കാരം, ആസൂസാണ്. അങ്ങനെ നമ്മൾ ജമ്മു താവിയിൽ 8 മണിക്ക് എത്തേണ്ട ട്രെയിൻ നമ്മളെ പിടിച്ചിട്ട് 4.5 മണിക്കൂർ ലേറ്റായിട്ട് 12 മണിയോടടുത്തു നമ്മൾ ജമ്മു താവിയിലേക്കൊന്ന് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 8 മണിക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ബനിഹാലിൽ പോയി ട്രെയിൻ എടുക്കാം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. ആ പ്ലാനൊക്കെ മുച്ചൂടം മുടിപ്പിച്ചുകൊണ്ട് 4.5 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് ഇനി എനിക്ക് ഷെയർ ടാക്സി എടുത്തിട്ട് ശ്രീനഗറിലേക്ക് പോവുക മാത്രമേ വഴിയുള്ളൂ. ഒരു 6-7 മണിക്കൂറിൻ്റെ യാത്ര എന്തായാലും ഉണ്ട്. അങ്ങനെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷന് പുറത്തുനിന്ന് സാധാ ബസ്സിൽ 20 രൂപ കൊടുത്ത് പിന്നെ ഈ ടാക്സി കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തു. ഒരു ടവേരയാണ് എടുത്തത്. ഈ ടവേര 1200 പെർ ഹെഡ് പറഞ്ഞു. അവസാനം കച്ചറ ഉണ്ടാക്കി 1000 രൂപയ്ക്ക് ഉറപ്പിച്ചു. ഒരു 80 കിലോമീറ്റർ പോയപ്പോൾ അടുത്ത പണി കിട്ടി. എന്താണെന്നറിയോ, ഈ ടവേര ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. ബനിഹാൽ, അതായത് ട്രെയിൻ കിട്ടുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ തന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. റേഡിയേറ്ററിലെ വെള്ളം ലീക്കായി പോയി. വെള്ളമില്ലാതെ വണ്ടി ഓടിച്ചു. വണ്ടി ഓടിക്കുന്നവർക്കറിയാം പിന്നെ അതിൻ്റെ അവസ്ഥ എന്താണ്. അങ്ങനെ രണ്ടാമത്തെ പണി ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ ഇങ്ങനെ സ്തംഭിതനായിട്ട് ഞാനും കുറച്ച് യാത്രക്കാരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിവർത്തിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു അടുത്ത വണ്ടി വരും, അല്ലെങ്കിൽ ഈ വണ്ടി കൊണ്ട് നമ്മൾ മെല്ലെ മെല്ലെ പോവും. അങ്ങനെയുള്ള അയാളുടെ വാക്കുകളിലൊക്കെ വിശ്വസിച്ചു. 2 മണിക്ക് ബ്രേക്ക് ഡൗൺ ആയതാണ്. അതായത് 12 മണിക്ക് അവിടെ നിന്ന് കയറി 2 മണിക്ക് ബ്രേക്ക് ഡൗൺ ആയതാണ്. ഉച്ചയ്ക്ക് നേരെ എന്ത് ചെയ്തു, അവിടെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി ഇങ്ങനെയുള്ള ഒരു ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ ഒരു ഉള്ളിതും 150 രൂപ. അങ്ങനെ അതെല്ലാം കഴിച്ചു. അപ്പോഴേക്ക് അടുത്ത പണി മഴ എത്തിയാൽ ജമ്മു ടു ശ്രീനഗർ റോഡ് അറിയാലോ, ഇടിയും എന്ന കാര്യത്തിലൊരു സംശയമില്ല. പക്ഷെ എന്നാലും ഇടിയാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ 2 മണിക്കൂർ അയാൾ നമ്മളെ നല്ല രീതിയിൽ ചുറ്റിച്ചു. അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും. അവസാനം നിവർത്തിയില്ലാതെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ശ്രീനഗറിലേക്ക് പോകുന്ന ഒരു RTC ബസ്സിൽ കയറി. അയാൾ കൊറിയറൊക്കെ കൊണ്ടുപോകുന്ന ആളായിരുന്നു. കുറച്ച് സീറ്റിൽ ബാക്കിയുണ്ടായപ്പോൾ അയാളോട് പറഞ്ഞ് RTC ബസ്സിൽ കയറി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാമല്ലോ എന്തായാലും ശ്രീനഗർ എത്തും എന്ന്. അടുത്ത പണി ഇവിടെ തുടങ്ങുകയാണ്. ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇത് ആദ്യത്തെ ബ്ലോക്കായിരുന്നു. അവസാനം ആ ബ്ലോക്കൊക്കെ നമ്മളെങ്ങനെയെങ്കിലും തരണം ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ ഈ മഞ്ഞ് കാണുമ്പോഴാണ് മനസ്സിനൊരു സമാധാനം ഉള്ളത്. ഇത് കാണാനാണല്ലോ പോണത്. അങ്ങനെ അവിടെ ഒരു മണിക്കൂറോളം ചുറ്റിപ്പറ്റി കിടന്ന് അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ബ്ലോക്ക് മുതലാക്കുന്ന ചില ആൾക്കാരെ കണ്ടത്. അവിടെയും കച്ചവടത്തിന് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വണ്ടിയിലുള്ളവർക്ക് ഭക്ഷണം കിട്ടണ്ടേ. ചിലരൊക്കെ തിരിച്ച് വേറെ റൂട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവസാനം ആ ബ്ലോക്ക് ഒരു ടോളിന് വേണ്ടിയുള്ള ബ്ലോക്കായിരുന്നു. ടോളിലൂടെ കടത്തി വിടാനുള്ള ബ്ലോക്കായിരുന്നു. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കുക, ഓണടിച്ച് നമ്മളെല്ലാവരും ഈ ടോൾ കടന്നു പോകും. പക്ഷെ അവിടെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഈ ടോളിലൂടെയുള്ള ബ്ലോക്ക് കഴിഞ്ഞ് അവിടുത്തെ ഏറ്റവും വലിയ ടണലിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകണം. അതായത് ഭൂമി തുറന്നിട്ട് ശ്രീനഗർ പാത ഏറ്റവും സുഗമമാക്കിയത് ഈ ടണലുകളാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ആ ടണലിലൂടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സമാധാനം. ആദ്യത്തെ ബ്ലോക്ക് കഴിഞ്ഞല്ലോ. അങ്ങനെ 3 പണി കെട്ടിയിരിക്കുന്ന ഞങ്ങൾക്ക് ഇനി അടുത്ത പണി, വലിയ പണി കാത്തിരിപ്പായിരുന്നു മക്കളെ. ഇവിടുന്ന് ടണൽ കഴിഞ്ഞ് പുറത്തെത്തിയപ്പോഴേക്ക് ശരിക്കുള്ള മണ്ണിടിച്ചിൽ കൊണ്ടുള്ള ബ്ലോക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, 4:30-5 മണിയായപ്പോൾ അവിടെ എത്തിയ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ്. 9:30 മണിയായപ്പോൾ ചെറുതായിട്ടൊന്ന് വണ്ടി അനങ്ങി തുടങ്ങി. 9:30 മണിക്ക് അനങ്ങി തുടങ്ങി. 12 മണി കഴിഞ്ഞു ഞങ്ങൾ ആ ബ്ലോക്ക് കഴിയാൻ. നേരെ അടുത്തുള്ള പഞ്ചാബി ധാബയിൽ പോയി റൊട്ടിയും ദാൽ കറിയും കഴിച്ചു. തണുത്ത് മനുഷ്യൻ വിറക്കൽ തുടങ്ങി. ഗ്ലൗവും ഇതൊന്നും ഇല്ലാതെ തൊടാൻ പറ്റാത്ത അവസ്ഥ. വെള്ളമൊക്കെ കുടിക്കുന്നത് കണ്ണും ചിമ്പിയിട്ടാണ്. അങ്ങനെ ഏറെ പരിശ്രമത്തിന് ശേഷം രാവിലെ 5:30 മണിക്ക് ഞങ്ങൾ ശ്രീനഗർ എത്തി. ഏകദേശം 10-17 മണിക്കൂറിൻ്റെ യാത്ര ഞങ്ങൾ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഒരു 6-7 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത്. പക്ഷേ ആരോടും പരിഭവമില്ല. കാരണം ഞാനിപ്പോൾ കാണാൻ പോകുന്നത്
ഈ ദുനിയാവിലെ സ്വർഗത്തിലേക്കാണ്. ആ ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് പ്രയാസങ്ങളൊക്കെ നിഷ്പ്രയാസം തട്ടിത്തെറിപ്പിക്കാൻ പറ്റി. ഈ സീസണിലെ കാശ്മീർ പോകുന്നവരോട് പറയാനുള്ളത്, പലതും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും, പക്ഷെ പിന്മാറരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ നിങ്ങൾ സ്വർഗം കണ്ടു തുടങ്ങും. അതുവരേക്കും ബൈ ബൈ.